അസ്സലാമു അലൈക്കും. ലോക മുസ്ലിങ്ങളെ, ഉസ്താദന്മാരെ, പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഓരോ കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ടാണ്, ചുമ്മാ ബബ്ബ ആക്കുന്നതല്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ പരമാവധി ഇത് മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്നെ പറഞ്ഞ് അയക്കുക. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാനിന്ന് പറയാൻ പോകുന്ന മതപണ്ഡിതന്മാരെ പറ്റിയാണ്. മതപണ്ഡിതന്മാരുടെ കറ്റത്തിനെ പറ്റി പറയുകയാണ്. ഞാനൊരു ഉസ്താദല്ല, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ. ഞാനൊരു ഉസ്താദല്ല. ചില മതപണ്ഡിതന്മാരെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല. ചില മതപണ്ഡിതന്മാരുണ്ട്, 100% മതപണ്ഡിതന്മാർ ലൈബോയ് സോപ്പിനെ പോലെയാണ്. പണ്ടത്തെ ലൈബോയ് സോപ്പിനെ പോലെയാണ്. ലൈബോയ് എവിടെയുണ്ട് അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞ പോലെയാണ്. തങ്ങളാവട്ടെ, മതപണ്ഡിതന്മാരാവട്ടെ, പൈസക്കാരെ കാണുമ്പോൾ ഒരു ചായവ് അങ്ങോട്ട്, ചായവ്, ചെറിയൊരു ചായ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ഒരു കോടീശ്വരനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അന്നത്തെ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു BJP ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അന്ധനായ ഒരു വ്യക്തി ബാക്കിൽ നിന്ന് വിളിച്ചപ്പോൾ നബിയെ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഉറക്ക വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെറ്റി ഒന്ന് ചുളുങ്ങി. ഒരു ദേഷ്യത്തോടെയാണ്. അബദ എന്ന് പറഞ്ഞ സൂറത്താണത്. അതിനകത്ത് 13 പ്രാവശ്യം ആ ദേശത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ആ പാവപ്പെട്ട വ്യക്തിയെ വിളിച്ചപ്പോൾ ദേശത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അല്ലാഹു തആല കണ്ടു. എവിടെ ഇരിക്കുന്ന അല്ലാഹു തആല കണ്ടു. നബിയെ അങ്ങ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. 13 പ്രാവശ്യം അബദ എന്ന് പറഞ്ഞ സൂറത്തിലുണ്ട്. അറിയാവുന്ന പണ്ഡിതന്മാർ ചോദിച്ചു നോക്കും. 13 പ്രാവശ്യം പറഞ്ഞ ആ പാവത്തിനടുത്ത് അങ്ങ് കാണിച്ച തെറ്റായിപ്പോയെന്ന് പറഞ്ഞു. അങ്ങ് ചൂടായി നോക്കിയത്, ആ നോട്ടം തെറ്റായിപ്പോയെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? അതാണ് അല്ലാഹ്. പാപപ്പെട്ടവരെ കണ്ടാൽ ബഹുമാനിക്കാൻ പഠിക്കണം. ചില ഉസ്താദന്മാരുണ്ട്, ലൈബോയ് സോപ്പിൻ്റെ പരസ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈബോയ് സോപ്പിൻ്റെ പരസ്യം പോലെ. ആ ഉസ്താദന്മാർ പൈസക്കാരെ കാണുമ്പോൾ ഓടിക്കുക, ചെല്ലുക, കെട്ടിപ്പിടിക്കുക, ഷേക്കാൻ കൊടുക്കുക, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ അവർ വന്ന് ആലിംഗനം ചെയ്യും. സലാം പറയുന്നത് സുന്നത്താണ്, മടക്കുന്നത് ഫർളു ആണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇന്ന് സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ചില ഉസ്താദന്മാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതേസമയം ഒരു പൈസക്കാരൻ സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്നിട്ട് ആലിംഗനം ചെയ്യും, കൈ കൊടുക്കും. മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ വിശേഷം വരെ അന്വേഷിക്കും. മയ്യത്തായി ഖബറിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ വിശേഷം വരെ അന്വേഷിക്കും. കാരണം പൈസക്കാരനായോണ്ട്. ചില സ്ഥലത്ത് നേർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ പാവപ്പെട്ടവരുടെ വീട്ടിൽ അവരെ കാണുമ്പോൾ ഒരു പുച്ഛങ്ങളാണ്. അതെന്താ അവിടെ വെച്ചിരിക്കുന്നത്, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്, ഈ പടമുള്ളത് ഇവിടെ വെച്ചേക്കാൻ പാടില്ല. പൈസക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ അത് ഹലാലാണ്, പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ് അത് ഹറാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇന്ന് കുറേ ഉസ്താദന്മാരുണ്ട്, പൈസക്കാരായ ഉസ്താദന്മാരുണ്ട്. AC കാറിൽ നടക്കുന്നു. കാന്തപുരം ഉസ്താദുണ്ട്, അട്ടിപ്പറ്റ ഉസ്താദുണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയി. അട്ടിപ്പറ്റ ഉസ്താദിനെ ഇപ്പോൾ ചില ഉസ്താദന്മാർ അള്ളാൻ്റെ റസൂലിൻ്റെ സ്ഥാനത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്, ഓരോരോ മതപ്രസംഗം പറഞ്ഞിട്ട്. അട്ടിപ്പറ്റ ഉസ്താദ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്ത് ചെയ്താലും അള്ളാൻ്റെ റസൂലിൻ്റെ സ്ഥാനത്ത് വരൂല. ഇതിനിടയ്ക്ക് ഒരു ഭീമ്പളയ്ക്ക് ഒരു ഉസ്താദ് പള്ളിയിൽ നിസ്കരിച്ച് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരാളുടെ ഒരു ചെരുപ്പിൽ ചവിട്ടി അദ്ദേഹം വരുന്നവരെ നോക്കിയിരുന്നു.
ഇതൊക്കെ വല്ല വിശ്വസിക്കുന്നതാണ് ഉസ്താദന്മാരെ. വിടൽ വിടുമ്പോൾ കുറച്ച് നല്ല വിടൽ വിടുക. അട്ടിപ്പസ ഉസ്താദുള്ളപ്പം പാവപ്പെട്ട ഉസ്താദന്മാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഉസ്താദന്മാരാണ്. ഇന്ന് പാവപ്പെട്ട ഉസ്താദന്മാർക്ക് വേണ്ടി ഒരു ഉസ്താദന്മാർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് പിരിവെടുക്കുമ്പോൾ 5000 രൂപ എൻ്റെ പേരിൽ എഴുതിക്കോ ഉസ്താദന്മാർ വിളിച്ച് പറയണ. ആ മുക്രി, അവിടുത്തെ മുക്രി ഉറുതുണിക്ക് മറുതുണി ഇല്ലാത്ത മുക്രി അവിടെ ഉള്ളപ്പം ഈ ഉസ്താദന്മാർ പിരിവ് കൊടുക്കും. അതാണ് അൽ ബക്കറ എന്ന് പറഞ്ഞ സൂറത്തിൽ പറയുന്നുണ്ട്, അള്ളാഹു താല പറയുന്നുണ്ട്, 151 തൊട്ട് 55 വരെ ആയത്തുകൾ ഓദിക്കോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അർഹതപ്പെട്ടവനെ കണ്ടുപിടിച്ച് സക്കാത്ത് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അർഹതപ്പെട്ടവനെ കണ്ടുപിടിച്ച് സക്കാത്ത് കൊടുക്കുക. ഇതെല്ലാം ഉസ്താദന്മാർക്ക് അറിയാം. കോടിക്കണക്കിന് ആസ്തിയുള്ള ഉസ്താദന്മാരുണ്ട്. അവരുടെ കീഴിൽ പണിയെടുക്കുന്ന മുക്രിമാരുണ്ട്. ഇവർക്കൊരു 10 പൈസ കൊടുക്കൂലേ ഇവർ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് എന്തോരം ഉസ്താദന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവർ ചിരിച്ച് കളിച്ചങ്ങനെ നടക്കുന്നുള്ളൂ. ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു, ആ ഉസ്താദന്മാർക്ക് എന്തെങ്കിലും വേണ്ടി ചെയ്യുക. ഇനി വരുന്ന ഉസ്താദന്മാർക്ക് വേണ്ടി എന്തും ചെയ്തില്ലെങ്കിൽ അവർ തലതെറിച്ച് പോകുന്നതാണ്. നിങ്ങളാരും ഒന്നും കൊടുക്കുന്നില്ല. നാട്ടുകാരാണെങ്കിൽ കളിയാക്കുക, പൈസ വാങ്ങിക്കുന്നുണ്ട്. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പണിയെടുക്കുന്നത്. നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടെങ്കിലേ അവർ നിനക്ക് ചിലവിന് തരുന്നുള്ളൂ. ചുമ്മാ ചിലവിന് തരുമോ? ഇല്ല. വലുതാവുമ്പോൾ എന്നെ നോക്കും എന്നൊരു പ്രതീക്ഷയാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പൈസൻ്റെ മുകളിൽ പരതും പറക്കൂല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കളെ സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കൂല, ശത്രുവാ. പിള്ളേർ വലുതായി കഴിഞ്ഞാൽ പിതാവിൻ്റെ മുഖത്ത് നോക്കൂല, ശത്രുവാ. പിന്നെ മാതാവിൻ്റെ മുഖത്ത് നോക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിതാവിനെ കാണുമ്പോൾ ഏതാണ്ടോ ശൈത്താൻ കുരിശ് കണ്ട പോലെയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക. അവർക്കൊരു ഉമ്മ ഒരു ചുംബനം കൊടുക്കൂല കയ്യിൽ. സ്വന്തം മഹലിലുള്ള ഉസ്താദന്മാർക്ക് നിങ്ങൾ കയ്യിൽ ചുംബനം കൊടുക്കൂല. ഒരാൾ എവിടെ നിങ്ങൾ വാത് പറയാൻ വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ച് ചുംബനം കൊടുക്കും, പൈസയും കൊടുക്കും. സ്വന്തം ഉസ്താദന്മാരും മുക്രി ഉസ്താദന്മാരും അവിടെ ഉള്ളപ്പോൾ, പാവപ്പെട്ട ഉള്ളപ്പോൾ അവർക്ക് നിങ്ങളൊരു 10 രൂപ കൊടുക്കൂല. ആ ശമ്പളം കൊടുക്കുന്നില്ലേ? ശമ്പളം കൊടുക്കുന്ന എന്തെങ്കിലും തികയുമോ? 10,000 15 രൂപ 20 രൂപ തികയുമോ? എനിക്കായാലും അപ്പോൾ 1000 രൂപ കിട്ടിയിട്ട് എനിക്ക് മുതലാവുന്നില്ല. ചില മാസം ഒന്നും ഉണ്ടാവില്ല. 1000 രൂപ ഡെയിലി ശമ്പളം കിട്ടിയിട്ടും ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോഴും വാടകയ്ക്കാണ് ഞാൻ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഉസ്താദന്മാരെ കഴിയുന്നത് നിങ്ങൾ കളിയാക്കരുത്. ഉസ്താദന്മാരുള്ളതുകൊണ്ടാണ് ഇന്ന് ദീൻ മുമ്പോട്ട് പോണത്. ഏത് ഹദീസ് എടുത്ത് നോക്കിയാലും ഷാഫി ഇമാം, ഇങ്ങനെയൊക്കെ ഓരോ ഇമാമിൻ്റെ പേരാണ് പറയുന്നത്. ഇമാം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരാണ്. ഇന്ന് ചിലവർ അലിയാർ തങ്ങളെയാണ് വിശ്വസിക്കുന്നത്. സിയാ മുസ്ലിങ്ങൾ അലിയാർ തങ്ങളെ വിശ്വസിക്കുന്നത്. ഈ അലിയാർ തങ്ങൾ എങ്ങനെ ഉണ്ടായെന്നറിയോ? തങ്ങളായത് എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകളെ കല്യാണം കഴിച്ച പിന്നെയാണ് അലിയാർ തങ്ങളായത്. അല്ല ഈ റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ. ഈ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമല്ല കേട്ടോ. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേളിൽ അള്ളാൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ. അതിൻ്റെ മാതാവിനെയും പറയാം, നിൻ്റെ ബാപ്പാനെയും ചോദിക്കാം. എൻ്റെ ഉമ്മ റളിയല്ലാഹു അൻഹ എവിടെ പോയി? എൻ്റെ ബാപ്പ റളിയല്ലാഹു അൻഹു എവിടെ പോയി? അത് നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവമൊന്നല്ല, അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹു താല എപ്പോഴും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അർത്ഥം. ഈ അലിയാർ തങ്ങളായത് എങ്ങനെയാണ്? അലിയാർ തങ്ങളായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകളുടെ കല്യാണം കഴിച്ചിട്ടാണ്. അല്ലാതെ അലിയാർ തങ്ങളാവില്ല, അലിയാല. അപ്പോൾ നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ ഇന്ന് ചില ആൾക്കാർ
ഇന്ന പള്ളിയെന്ന് പറയുന്നില്ല, ചിലവർ തെറി പറയുന്നില്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉസ്താദന്മാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യും. ഉള്ള ഉസ്താദന്മാരുണ്ട്, ഇവരൊന്നും കൊടുക്കൂല, പണിയെടുക്കുന്ന ആൾക്കാർക്കൊന്നും കൊടുക്കൂല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മുടെ കേരളത്തിൽ അത്രയില്ല. ചില സ്ഥലത്ത് ഉസ്താദന്മാർക്ക് 8,000 9,000 രൂപ ശമ്പളമുള്ളൂ. മുക്രിക്കൊക്കെ 6,000 രൂപ ഉള്ളൂ. മുക്രി ഉസ്താദിന് അന്വേഷിച്ച് നോക്ക്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവർ സന്തോഷമുള്ളവരാണ്. ഇന്ന് നമ്മളെ കേരളത്തിൽ ചില സ്ഥലമുണ്ട്, കാസർഗോഡ് ചില സ്ഥലത്തൊക്കെ ഉണ്ട്, അവിടെ ഭയങ്കര പൈസക്കാരാണ്. ഉസ്താദന്മാർക്ക് ശമ്പളം കുറവാ, കൊടുക്കൂല. അവിടെ എവിടെയും കൊണ്ട് കളയാൻ പൈസയുണ്ട്. ലേലം വിളിക്കുമ്പോൾ 16 ലക്ഷം രൂപയ്ക്ക് 24 ലക്ഷം രൂപയ്ക്കാണ് ലേലം വിളിക്കുന്നത്. എന്നാൽ ഉസ്താദന്മാർക്ക് 10 പൈസ കൊടുക്കൂല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ഉസ്താദന്മാർക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും വാച്ചും കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ 10 100 500 കൊടുത്താലും നിങ്ങൾ നശിച്ചു പോവില്ല. നിങ്ങളെ മഹലിലെ ഏത് മഹലിലെ ഉസ്താദന്മാരാവട്ടെ, അവരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കൊടുക്കുന്ന കയ്യിലല്ലേ, പോക്കറ്റിലിട്ട് കൊടുക്കണം. ഉസ്താദെ എന്തെങ്കിലും മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. അവരാ ചിരിയെപ്പറ്റി കാണണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അവരുടെ ചിരിയില്ലേ, ചിരിയിലാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ റേഷൻ അരിയും, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അരി കൊടുത്താലായി. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഈ അട്ടിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പള്ളി വെച്ച് കൂട്ടിയെന്നല്ലാതെ ഒരു ഉസ്താദന്മാർക്ക് ഒരു വരുമാനം ഉണ്ടായി കൊടുത്തിട്ടില്ല. എന്തോരം ഉസ്താദന്മാർ അവിടെ എവിടെയും കിടക്കുന്നു. അവരെപ്പറ്റി ഒരു പറഞ്ഞിട്ടുണ്ടോ? കുറേ പള്ളി അങ്ങ് വെച്ചു. പള്ളി വെച്ചിട്ട് കാര്യമുണ്ടോ? പള്ളിയിലൊക്കെ പിരിക്കാൻ ഇവർ മിടുക്കന്മാരാണ്. ഇന്ന് ചില ഉസ്താദന്മാരുടെ കുടുംബത്തിൽ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ പിരിക്കാൻ കൂടൂല. മുക്രി ഉസ്താദാവട്ടെ, അവർ പിരിക്കാൻ കൂടുന്നില്ല. അന്നേരം ഒരു പള്ളി വയ്ക്കാനാണോ? പിരിവോട് പിരിവാ. പള്ളി വെക്കാൻ വേണ്ടി പിരിവോട് പിരിവ്. ഉസ്താദന്മാർക്ക് വേണ്ടി പിരിവില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ആൾക്കാർക്ക് പാരയാവല്ലോ ഉസ്താദന്മാരെ. അവരെയൊക്കെ സഹായിക്കുക. എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഓരോ ഉസ്താദന്മാരെ കണ്ടിട്ടുണ്ട്. ക്യാൻസർ പിടിച്ചും മാരാരോഹം വന്നും കഷ്ടപ്പെടുന്ന ഉസ്താദന്മാരെ കണ്ടിട്ടുണ്ട്. തുച്ഛമായ ശമ്പളം. ഇന്ന് ചില സ്ഥലത്ത് ഉസ്താദന്മാരെ ഒരു വിലയില്ല. പൈസക്കാരുണ്ടെങ്കിൽ പൈസക്കാരുടെ സ്ഥലത്ത് ഉസ്താദന്മാരെ പറയുന്ന ഒരു വിലയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനത്ത് കാണണം. ഉസ്താദ് ഇമാമായിട്ട് നിൽക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ കാണില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഉസ്താദന്മാർ എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിനെ അവിടെ നിന്ന് ഓടിക്കല. നിങ്ങൾ ഇതിൻ്റെ താഴോട്ട് വെള്ളം ഇറങ്ങാതെ നിങ്ങൾ ചത്തുപോകും കേട്ടോ. കമ്മിറ്റിക്കാർ വേണം. കമ്മിറ്റിക്കാരില്ലെങ്കിൽ ആ മഹൽ നടക്കൂല. ഇതിനിടയ്ക്ക് പൈസക്കാർ വന്ന് കുത്തിച്ചു വരൂ. കാരണം ഉസ്താദ് ഇവരിന്ന് കാണുമ്പോൾ ഉപദേശിച്ചാൽ മതി. ആ ഉസ്താദന്മാരെ അവിടെ നിന്ന് ഓടിക്കല. അല്ലാഹു തആലയുടെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഒരു ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സഹായം ചോദിക്കുക. ഈ യൂസുഫ് അലിയൊക്കെ ഉണ്ടല്ലോ, കാന്തപുരം ഉസ്താദ് അവിടെ ഇവിടെ പോയിട്ട് വലിയ പൊങ്ങച്ചാൻ പറയുന്നുണ്ടല്ലോ. മഹല്ല ഉസ്താദന്മാരുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഉസ്താദന്മാരെ, ഞാൻ സങ്കടമായിട്ടുള്ളൊരു വീഡിയോ ആണിത് കേട്ടോ.
അപ്പം നിങ്ങൾ ഈ ഉസ്താദന്മാർക്ക് എന്ന് വേണ്ടി ചെയ്യ്. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ 20 വർഷമായിട്ട് വാടക കിടക്കുക. എൻ്റെ ഭാര്യേൻ്റെ ബന്ധുക്കാർ കോടീശ്വരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വൈറലാക്കുക, എവിടെയെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. ഇതൊക്കെ കേൾക്കട്ടോ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉസ്താദന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഉസ്താദന്മാരുണ്ട്. ആ ഉസ്താദന്മാരെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കുറേ പള്ളി ഉണ്ടാക്കി കൂട്ടിയിട്ട് കാര്യമില്ല. ആ പൈസ എടുത്ത് ഉസ്താദന്മാർക്ക് കൊടുക്കുക കേട്ടോ. ഇല്ലാത്ത ഉസ്താദന്മാരുണ്ട്, അവരുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിക്കണം ഇടയ്ക്കൊക്കെ പോയിട്ട്. എത്ര ജില്ലയിൽ ഈ ഇന്ത്യയിൽ എന്തോരം രാജ്യങ്ങളുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഉസ്താദന്മാർക്ക് ശമ്പളമില്ല. ആസാംകാരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കാണിച്ചാൽ പറയാമെന്ന് പറയും. അതാണ് ആസാമിൽ മദ്രസ ഇല്ല. അവർക്ക് ഭയങ്കര മുസ്ലിംസിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലോ ഭയങ്കര പേരുകളാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അറിയില്ല. കാരണം അവിടെ ഉസ്താദന്മാരെ വെക്കുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ വൈറലാക്കട്ടെ. അള്ളാഹു താല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഉസ്താദന്മാരെ പിടിച്ച് നിലനിർത്തിയില്ലെങ്കിൽ നമുക്ക് ഇസ്ലാം പോയി. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ഒരു വാക്ക് പറയുന്നവർക്ക് അള്ളാഹു താലാൻ്റെ കൂലി കിട്ടുമെന്നാണ്. അപ്പം നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഉസ്താദന്മാരെ സഹായിക്കുക. അള്ളാഹു താല നിങ്ങൾക്ക് വർക്കത്തരട്ടെ. ഈ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്ക് വർക്കത്തരട്ടെ. ഈ ഇസ്ലാമിനെ പിടിച്ച് നിർത്തണമെങ്കിൽ ഇങ്ങനെ ഉസ്താദന്മാർ വേണം. പള്ളി അവർ പണിയുന്നുണ്ട്. പള്ളിയല്ല വലുത്. ഉസ്താദന്മാർക്ക് വേണ്ടി സഹായം നിങ്ങൾ നോക്കുക. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ.